ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടിയപ്പവും അതുപോലെ തന്നെ നല്ല നാടൻ രുചിയിലൊരു മുട്ടക്കറിയുടെയും കൂടി റെസിപ്പിയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന രീതിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ഇതിലോട്ടുള്ള മുട്ടക്കറിയാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഒരു പാത്രം വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണിനടുത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് എണ്ണയിൽ പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചത് ഒരു 2 ടീസ്പൂണിനടുത്താണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വലിയ വെളുത്തുള്ളിയും. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നെടുകെ കീറിയിട്ടിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടാണുള്ളത്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതൊക്കെ കൂടി ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വരെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സവാളയെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് അത്യാവശ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരുന്നവരെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അപ്പോൾ സവാളയൊക്കെ വഴണ്ട് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല പൗഡറാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കുരുമുളക് കുത്തി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1 ടീസ്പൂൺ മുഴുവനായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കുരുമുളക് പൊടിയായിട്ടല്ല, ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ ചെറുതായി ക്രഷ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നല്ല കൊഴുപ്പ് കറിക്ക് വേണമെന്നാണെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ഉപയോഗിക്കാം. പക്ഷേ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, ഞാനൊരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2ാം പാൽ എടുക്കുമ്പോൾ 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തിള വന്ന് കിട്ടിയാൽ മാത്രം മതി. ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ ഇതിലോട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണം. ഒരിക്കലും 2ാം പാൽ തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളച്ച് പോകരുത്. ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ആ 2ാം പാൽ ഒഴിച്ച സമയത്ത് തന്നെ മുട്ട ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഫൈനലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുത്തതാണല്ലോ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി നൂലപ്പത്തിന് മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെയും ചപ്പാത്തി പൂരിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി നൂലപ്പത്തിൻ്റെ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലോട്ടേക്ക് നമുക്ക് ഏകദേശം 1.5 കപ്പിനടുത്ത് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പ്, അങ്ങനെയുള്ള 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പൊടി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, വെള്ളത്തിൻ്റെയൊക്കെ അളവിൽ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ വെട്ടി തിളച്ച് വരണം. അപ്പോൾ ആ ഒരു സമയം നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ പാക്കറ്റ് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രാഹ്മിൻസിൻ്റെ ഇടിയപ്പ പൊടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് എല്ലാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം. ഇതിപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിയുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും 1 കപ്പിന് ഒരു 1/4 കപ്പ് 1.5 കപ്പ് വരെ വെള്ളം നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ നല്ല ചൂടാണുള്ളത്. അപ്പോൾ തവി വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ
കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് കുഴക്കണമെന്നൊന്നുമില്ല. തവി വെച്ചിട്ട് നല്ല ചൂടിൽ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചൂട് കുറച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞ് നമുക്കൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകമായി കഴിഞ്ഞാൽ കൈ വെച്ച് നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇങ്ങനെ കിട്ടുമല്ലോ. ഇതിപ്പോൾ ഈ ഒരു ചെറിയ കണ്ണുള്ളതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴേക്കും നല്ല നൂല് പോലെ കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും തിന്നായിട്ടുള്ളതും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ 2 രീതിയിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഇഡ്ഡലി തട്ടിനകത്താണ്, അത് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകിയത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് വാഴയിലയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളവന്ന് ആവി വന്ന് കഴിയുമ്പോൾ ഓരോ തട്ടായിട്ട് ഇതുപോലെ ഇറക്കി വെക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ സമയം, ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റിന് ശേഷം ഉള്ളതാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ ഇഡ്ഡലി തട്ടിനകത്തോട്ട് തന്നെ ഞാൻ ഒന്ന് വാഴയിലയിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ശർക്കര, തേങ്ങ ചിരകി ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അടച്ച് വെച്ചിട്ട് ഇതും അതേ സമയം തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. പക്ഷേ വാഴയിലയിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ആ ഇലയുടെ കൂടെ മണം വന്നിട്ട് ശരിക്കും കഴിക്കാൻ ഒന്നുകൂടി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വാഴയിലയിൽ ചെയ്യുവാണെങ്കിൽ ഒന്ന് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി സമയം അടച്ച് വെക്കാം. എന്നിട്ട് അടുത്ത വാഴയില വെച്ച് കൊടുക്കാം. അതായത് ആദ്യം വെച്ച വാഴയിലത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ വേണം അടുത്തത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 രീതിയിലും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇഡ്ഡലി തട്ടിനകത്ത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റായിട്ടാണ് ഇടിയപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു മുട്ടക്കറി നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. നമ്മൾ കുറേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. സ്പൈസി ആയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അപ്പത്തിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പത്തിൻ്റെയും കൂടി ആ ഒരു കോമ്പിനേഷനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചേരുവകളുടെ എല്ലാം കണക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ അരിപ്പൊടിയാണോ ഉപയോഗിക്കുന്നത് അതിൽ കണക്കിനനുസരിച്ചിട്ട് വേണം എപ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.